ഇവിടെ ഇപ്പോൾ സംസ്ഥാനം അത്ര സുഖകരമായ സാമ്പത്തിക അവസ്ഥയിലല്ല എന്ന് എല്ലാവരും സമ്മതിക്കും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഇവിടെ ഇപ്പോൾ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് ധനമന്ത്രി പറഞ്ഞു. ആ പ്ലാൻ ബി എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. പക്ഷേ ഈ ബജറ്റിന്റെ ഒരു സവിശേഷത വലിയ തോതിൽ സ്വകാര്യ മൂലധനത്തെ ആകർഷിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സ്വകാര്യ മൂലധനത്തെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാൻ സർക്കാർ ഉദ്യമിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണാം. വിഴിഞ്ഞം പദ്ധതി വരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുണ്ട്, വിദേശ മൂലധനത്തിന്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ട്, ടൂറിസം രംഗത്തുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു പുതിയ ഘട്ടത്തിലേക്ക്, ഒരു പുതിയ ഫേസിലേക്ക് കടക്കുകയാണ്. ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അഭിലാഷ്, ഇവിടെ ഇന്ന് ശ്രീ ബാലഗോപാൽ പറഞ്ഞ ഈ പ്ലാൻ ബി സത്യത്തിൽ പറഞ്ഞാൽ ഒരു പ്ലാൻ ഡി ആണ്. കാരണം പ്ലാൻ എ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിനകത്തുള്ള വിഭവ സമാഹരണവും മറ്റുമാണ്. സത്യം പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ കിഫ്ബി ആയിരുന്നു. ആ കിഫ്ബി ഏകദേശം പകുതിയായപ്പം മൂന്നാമത് ഒരു പ്ലാൻ സി ആയിട്ട് ഒരു മാന്ദ്യവിരുദ്ധ പാക്കേജ് കൊണ്ടുവന്നു. ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ ബഡ്ജറ്റും കിഫ്ബിയും മാന്ദ്യവിരുദ്ധ പാക്കേജും കഴിഞ്ഞ് ഈ സർക്കാരിൻ്റെ പ്ലാൻ ഡി ആണ് ഈ പറയപ്പെടുന്ന പുതിയ പ്ലാൻ. ആ പ്ലാൻ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും അത് കേരളത്തിന് പൊതുവായി നല്ലതാണെങ്കിൽ അതിന് നല്ലതാണെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരൻ കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു സർക്കാരിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ആത്യന്തികമായി ഇൻകമിൻ്റെയും എക്സ്പെൻസിൻ്റെയും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ അതുമാത്രം വെച്ച് നോക്കും. നേരത്തെ സി പി ജോൺ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ ഒരു രേഖയുടെയും ആ ഡോക്യുമെൻറ്റിൻ്റെയും ഒരു പവിത്രതയും ഒരു സാങ്ക്ടിറ്റിയും വെച്ച് നോക്കുമ്പോൾ ഒട്ടും ശുഭകരമല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ്. ചെറിയ മാറ്റങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഭീതിയോടെ തന്നെയാണ് അതിനെ കാണേണ്ടത്. ആ ബഡ്ജറ്റിലെ ഈ രേഖകൾക്കുപരിയായിട്ടുള്ള ഈ വാചകങ്ങളിലാണ് ഇപ്പോൾ പല ആളുകളും, ശ്രീ അനിൽകുമാർ അടക്കമുള്ള ആളുകൾ അതിനകത്ത് ഞാൻ അഭിരമിക്കുന്നതെന്ന് പറയാൻ മടിക്കുന്നതായാലും അവർ എന്താണ് ഈ പ്ലാൻ ബി? ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം 4.5 ലക്ഷം കോടി രൂപയുടെ കടമായി. നമ്മുടെ കടത്തിൻ്റെ GSDP അനുപാതം 40% നിൽക്കുന്നു. നമ്മുടെ ഒരല്പം ചെറിയ രീതിയിൽ ഇവർ പറയുന്ന പോലെ വലിയ മെച്ചമില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള മെച്ചപ്പെട്ട നികുതിയുടെ വരുമാനം വരുന്നു. പക്ഷേ നമ്മൾ നഷ്ടപ്പെടുന്ന നികുതി വരുമാനം ഏകദേശം ശ്രീ CP ജോൺ സാർ പറഞ്ഞ പോലെ 1 ലക്ഷം കോടി വരെയൊക്കെ എത്താവുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു കേരള ബദൽ കേരള മോഡലും നമ്മൾ മാറി മാറി പറയുന്ന ആ ഒരു മോഡലിലേക്ക് നമുക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. നമ്മുടെ സാമ്പത്തിക ഇൻഡിക്കേറ്റേഴ്സ്, നമ്മുടെ സംവിധാനങ്ങളും അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഇത് എങ്ങനെ കേരളത്തെ കരകയറ്റാം എന്നുള്ളതിന് ഒരു കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ബഡ്ജറ്റ് നൽകുന്നില്ല, ബഡ്ജറ്റിലെ കണക്കുകൾ നൽകുന്നില്ല എന്ന് തന്നെയാണ് പ്രഥമ ദൃഷ്ടിയെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ പരിപാടി ചോദിക്കുകയാണെങ്കിൽ, ചെലവും വരവുമാണ് ബഡ്ജറ്റ്. ചിലവ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ നാട്ടിലെ സാലറിയും പെൻഷനും സത്യമാണ്. സാലറിയും പെൻഷൻ ഏകദേശം നമ്മുടെ ചിലവിൻ്റെ 78%. അത് കുറയ്ക്കാൻ കഴിയും, കുറയ്ക്കാൻ കഴിയുകയില്ല. അതിപ്പോൾ കൂടാനും കൂടെ പോകുന്നു. ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് ഇനി അവർ പറഞ്ഞ പെൻഷൻ്റെയൊക്കെ മാറ്റുവാണെങ്കിൽ അത് കൂടുതലാവും. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ തീർച്ചയായിട്ടും നമുക്ക് കുറയ്ക്കാൻ കഴിയുകയില്ല. കൂട്ടുന്നത് എല്ലാ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ വരവ് നമ്മൾ എങ്ങനെ കൂട്ടും എന്നുള്ളതാണ്. ആ വരവ് കൂട്ടണമെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ വരവിൻ്റെ ഒരു സിംഹഭാഗവും സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ അല്ലെങ്കിൽ നികുതിയാണ്. 46% നമ്മുടെ ഇപ്പോൾ SOT ആണ്. ആ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിലെ നികുതി, ആ നികുതിയുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള GSTക്ക് പരിമിതികളുണ്ട്, സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട്. ബാക്കി GSTയുടെ നമ്മൾ ബാക്കി മെക്കാനിസം ഇവിടെ അടിത്തറ ഭദ്രമാക്കുക. ഞാൻ മറ്റൊരു ചാനൽ ശ്രീ അനിൽകുമാറിനോട് സംസാരിച്ചപ്പോൾ ഇവിടെ ഈ ക്യാമറയുടെ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്യാമറ ഇപ്പോൾ ആവശ്യമില്ലെന്ന്. പക്ഷേ ക്യാമറ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം വീണ്ടും ശ്രീ CP ജോൺ പറയുകയാണ്. അപ്പോൾ കൂടുതൽ ഡിറ്റക്ഷൻ നടത്തുക, നമ്മുടെ GST കിട്ടേണ്ട തരത്തിലുള്ള സാധനങ്ങളുടെ ഫ്ലോ ഇങ്ങോട്ട് വരിക. പല രീതിയിലും ഇല്ലീഗലായിട്ടുള്ള ഗുഡ്സ് കേരളത്തിൽ GST ലാഭം കിട്ടാതെ കേരളത്തിലേക്ക് വരുന്നുണ്ട്, അത് പലതും വിറ്റുപോകുന്നുമുണ്ട്. അപ്പോൾ ആ സംവിധാനം നമ്മൾ GSTയുടെ ശരിയാക്കുക. അതോടൊപ്പം സ്റ്റേറ്റിന് ടാക്സ് കിട്ടുന്ന ഈ പറയുന്ന, ഞാൻ 2 ഉദാഹരണം പറയാം. കേരളം ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് എന്താണ്? ഒന്ന് സ്വർണം, ഒന്ന് മദ്യം. ഇന്ത്യയിൽ വരുന്ന സ്വർണത്തിന് 28% കൺസ്യൂം ചെയ്യുന്ന കേരളം എന്നൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൽ ആ സ്വർണം കൺസ്യൂം ചെയ്യുന്ന അത്തരത്തിലുള്ള വരുമാനം വരുന്നില്ല, കാരണം നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട്. രണ്ടാമത് മദ്യം. ഇടതുപക്ഷ സർക്കാർ ഒന്ന് മദ്യ നയം മാറ്റി കൂടുതൽ ബാറുകൾ തുടങ്ങി, എല്ലാ താലൂക്കിലും എല്ലാ പഞ്ചായത്തുകളിലും ഒക്കെ ബാറ് വന്നു. അത് സർക്കാർ നിലപാട് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ബാറ് വരുമ്പോൾ അവിടെ നിന്ന് ബാറിൽ നിന്ന് വരുമാനം കൂടണ്ടേ? UDF സർക്കാരിന്റെ സമയത്ത് ബാറ് കൂട്ടിയിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ക്രമാതീതമായിട്ട് ബാറിൽ നിന്ന് വരുമാനം വർദ്ധിക്കണം. ഒരു സാധാരണ ബോട്ടിൽ ബിവറേജ് നിന്ന് വാങ്ങിക്കുന്നത് പോലെയല്ല, അത് ബാറിൽ പോയി പെഗ് മെഷറായി പെഗിന് ഈ പറഞ്ഞ AC ഹോട്ടലിലൊക്കെ ഇരുന്ന് 4 ഇരട്ടിയും 5 ഇരട്ടിയും വില വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ലഭിക്കേണ്ട നമുക്ക് റവന്യൂ കൂടണ്ടേ? വരുമാനം അത് കൂടുന്നില്ലല്ലോ. അതാണ് നമ്മൾ UDFന്റെ കഴിഞ്ഞ വർഷം ധവളപത്രത്തിൽ CP ജോൺ സാർ ഞാനും ഒക്കെ വർക്ക് ചെയ്തൊരു ഡോക്യുമെൻ്റാണ്. നമ്മൾക്ക് ലഭിക്കേണ്ട കഴിഞ്ഞ ഒരു 5 വർഷത്തെ നമ്മുടെ നികുതി ഡെഫിസിറ്റ് ഉള്ളത് ഒരു 75,000 കോടി അടുപ്പിച്ചാണ്. അത് കൂടുതലായിട്ട് ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി
സർക്കാർ ചെയ്യുകയാണ്. അതിൽ നിന്നൊരു 30-35 കോടി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ടൈറ്റനിങ് ഉള്ളപ്പോഴും അതിൽ ചില പോയിന്റുകൾ കറക്റ്റാണ്, പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് കയറാൻ അത് മതി. അപ്പോൾ അത് ഊർജിതമാക്കി ചെയ്യുവാനുള്ള ഒരൊറ്റ ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റ് മാത്രമാണ്, ഒരു പ്ലീ മാത്രമാണ് എനിക്ക് ഇവിടെ ആദ്യമായി പറയാനുള്ളത്. ശരി, ഓക്കെ.